ഈ മഹത്തായ ദേശാടനം കണ്ടുപിടിച്ചത് ഡോക്ടർ ചാൾസ് സാൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മറൈൻ ബയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വീട് UK-ലാണ്. പക്ഷേ അദ്ദേഹം കുറേ വർഷം മാൽദീവ്സിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വർക്ക് ചെയ്തപ്പോഴത്തേക്കിന് ഒരു കാര്യം അദ്ദേഹം നോട്ടീസ് ചെയ്തത്, എല്ലാ വർഷവും ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്കിന് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് തുമ്പികൾ ഈ മാൽദീവ്സിലോട്ട് വരുന്നുണ്ട്. ഇത് എവിടുന്ന് വരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കാരണം മാൽദീവ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നാട്ടിലെ പോലെ കുളങ്ങളോ അല്ലെങ്കിൽ അരുവികളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് മാൽദീവ്സ്. അപ്പം തുമ്പികൾക്ക് മുട്ടയിടാനായിട്ട് പറ്റുന്നൊരു സ്ഥലമില്ല. പക്ഷേ ഈ തുമ്പികൾ എവിടുന്ന് വരുന്നെന്ന് അദ്ദേഹത്തിന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. അപ്പോൾ എല്ലാ വർഷവും ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ തുമ്പികൾ അവിടെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും തുമ്പികൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോകും. അപ്പോൾ അദ്ദേഹം കുറേ നാൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അതേ സൈക്കിളിൽ അദ്ദേഹം ആ മാൽദീവ്സിൻ്റെ പല സ്ഥലത്തും നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ഡേറ്റയൊക്കെ എടുക്കാൻ തുടങ്ങി. അന്നൊക്കെ അദ്ദേഹം ഞങ്ങൾക്കൊക്കെ മെയിലൊക്കെ അയക്കുമായിരുന്നു. ഇന്ത്യയിലുള്ള പല തുമ്പികളെക്കുറിച്ച് പഠിക്കുന്ന പല സയൻറ്റിസ്റ്റുകൾക്കും ആഫ്രിക്കയിലുള്ള പല സയൻറ്റിസ്റ്റുകൾക്കൊക്കെ എഴുതി ഈ തുമ്പികൾ അവിടെ കാണുന്നുണ്ടോ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് നമ്മുടെ തുലാത്തുമ്പിയാണ് അല്ലെങ്കിൽ വാണ്ടറിംഗ് ഗ്ലൈഡറാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി. അപ്പോൾ ഇന്ത്യയിലുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ അദ്ദേഹത്തിന് റിപ്ലൈ ചെയ്തു, ഒക്ടോബർ മാസം ആദ്യം തന്നെ ഞങ്ങളിവിടെ തുമ്പികളുടെ കൂട്ടമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ തുമ്പികളെ ഇവിടെ കാണുന്നില്ല. അപ്പം അടുത്ത ദിവസം തന്നെ അദ്ദേഹം ആ തുമ്പികളോടെ കണ്ടെത്താൻ തുടങ്ങി. പിന്നെ അദ്ദേഹം സീഷെൽസ് എന്ന് പറഞ്ഞ ആഫ്രിക്കയുടെ മഡഗാസ്കറിന് അടുത്ത് കിടക്കുന്ന സീഷെൽസ് എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്. അവിടെ ഈ തുമ്പികളെ കണ്ടു തുടങ്ങി. പിന്നെ അത് ഈസ്റ്റ് ആഫ്രിക്കയിലെ കെനിയയിലൊക്കെ ഈ തുമ്പികളെ കണ്ടു തുടങ്ങി. അപ്പം അദ്ദേഹം ഇങ്ങനെ ഈ ഡോട്ട് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇത് എവിടുന്ന് വരുന്നു, ഇന്ത്യയിൽ നിന്ന് വരുന്നു, പിന്നെ അത് മാൽദീവ്സിൽ ചെല്ലുന്നു, മാൽദീവ്സിൽ നിന്ന് സീഷെൽസിൽ പോകുന്നു, സീഷെൽസിൽ നിന്ന് പിന്നെ ആഫ്രിക്കയിലോട്ട് പറക്കുന്നു എന്നുള്ള കൃത്യമായിട്ട് മൈഗ്രേഷൻ അദ്ദേഹം കണ്ടെത്തി. ഇദ്ദേഹം 2000 മുതൽ ഇതിന് പഠനം തുടങ്ങിയിട്ട് 2009 ഇദ്ദേഹം ഇതിൻ്റെ പേപ്പർ പബ്ലിഷ് ചെയ്തത്. അതൊരു വലിയൊരു അറിവ് തന്നെയായിരുന്നു. കാരണം ഈ തുമ്പികൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പറന്ന് ആഫ്രിക്കയിൽ ചെല്ലുന്നു, മാൽദീവ്സ് വഴി സീഷെൽസ് വഴി ആഫ്രിക്കയിൽ ചെല്ലുന്നു, അവിടുന്ന് മുട്ടയിടുന്നു, അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നു, അവിടുന്ന് പിന്നെ ഇതൊരു റിട്ടേൺ മൈഗ്രേഷൻ. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഇടവപ്പാതിക്ക് അവർ തിരിച്ചു വരുന്നുണ്ട്. അപ്പം ഈ റിട്ടേൺ മൈഗ്രേഷനും ഇതിൻ്റെ കംപ്ലീറ്റ് 4 ജനറേഷൻ മൈഗ്രേഷൻ ഏകദേശം ഒരു 18,000 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലായി.